ഉണ്ടാക്കുന്ന അടുത്ത വിഭവം കൂട്ടുകറിയാണ്. എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ കടല വേണം, ചേന വേണം, പച്ചക്കായ വേണം, തേങ്ങ ചിരണ്ടി അരച്ചത് വേണം, തേങ്ങ വറുത്തരച്ചത് വേണം. അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പക്ഷേ ഈ ഓണത്തിന് നിങ്ങളിത് കണ്ട് എല്ലാവരും ഓണക്കത്തിന് കൂട്ടുകറി ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ടുന്ന വിഭവങ്ങൾ: കടല ഒരു ബൗള്. ഞാനിത് കടല പുഴുങ്ങി വെച്ചേക്കുന്നതാണ്, ബോയിൽ ചെയ്ത കടലയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. വേപ്പില, ഉപ്പ് ആവശ്യത്തിന്, ചേന ബോയിൽ ചെയ്ത ചേന, പച്ചക്കായ ചേനയുടെ പകുതി പച്ചക്കായ ബോയിൽ ചെയ്തത്, പിന്നെ തേങ്ങ ഇത് അരക്കാനുള്ള തേങ്ങയാണ്, ഒരു അര ബൗൾ തേങ്ങ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ശർക്കര സ്വല്പം, വറ്റൽ മുളക് ഇത് താളിക്കാനുള്ളതാണ്, ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടിയതാണിത്, ഇത് വറക്കാനുള്ളത്, ഉള്ളി ഇതിൻ്റെ ഒപ്പം വറക്കാനുള്ളതാണ്, താളിക്കാനും കൂടെയുള്ള ഉള്ളിയാണിത്, ഓയിൽ ആവശ്യത്തിന്. തേങ്ങ ആദ്യം വറക്കാൻ എടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക, അരമുറി തേങ്ങ ചിരണ്ടിയതാണ്, 3 ഉള്ളി അരിഞ്ഞിടുക, സെമി കിടന്ന് മൂക്കട്ടെ, ഈ അടുപ്പ് എത്തിക്കുക. 1 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ആദ്യം കടലിടുക, അടുത്ത് ചേനയിടുക, നെക്സ്റ്റ് പച്ചക്കായ, 1.5 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട്, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതിനകത്തോട്ട് സ്വല്പം തേങ്ങ അരച്ച് ചേർക്കാനുണ്ട്, ജീരകപ്പൊടി സ്വല്പം, പകുതി ഇടാം, ബാക്കി പകുതി പിന്നെ ഇടാം. അരക്കാനുള്ള വെള്ളം കുറച്ച് ഒഴിക്കാം തേങ്ങയിൽ, അല്ലെങ്കിൽ അരയില്ല. തേങ്ങ അരച്ച് ഇതിൽ ചേർക്കാം. തേങ്ങയുടെ പച്ചമുളകൊന്നും മാറി വന്നാൽ പകുതി കൂട്ടുകറി ആയിട്ടുണ്ട്. ഇനി ഈ വറവിലൂടെ ചെല്ലുമ്പോൾ ഇത് അടിപൊളിയാവും. കടല, ചേന, പച്ചക്കായ ഇത് 3 ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് വേവിച്ചേക്കണത്. തേങ്ങ വറവലായിട്ടുണ്ട്, എന്താ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മിക്സിയിലൂടെ അടിക്കാം. തേങ്ങ വറുത്ത് ഇടാം. അധികം അരഞ്ഞിട്ടില്ല, അധികം അരക്കാൻ വേണ്ട, മഷി വരെ അരക്കണ്ട, ഒരു ആവറേജ് ഒന്ന് ഒതുങ്ങിയാൽ മതി. അങ്ങനെ നമുക്ക് ഇത്തിരി ശർക്കരയും കൂടി ഇടാം. ഇതേ സ്വല്പം ശർക്കര പൊടി, ഇനി അവസാനം ഇത്തിരി ജീരകപ്പൊടി കൂടി ഇടാനുണ്ട്. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാം. ഇതിൽ ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ വെളിച്ചെണ്ണ മതി. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് പൊട്ടിക്കാം, ഒരു ഉള്ളി ഇറക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്, ഇനി നമുക്ക് പച്ചമുളക് ഇറക്കാം. താളിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഓണത്തിൻ്റെ അടിപൊളി വിഭവമായ കൂട്ടുകറി നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ പ്രാവശ്യം ഓണത്തിന് കൂട്ടുകറി വിഭവം ഒരുക്കണം. അടുത്ത വിഭവം ഒരു തൊടുകറിയാണ്. അതുണ്ടാക്കാൻ നീന സുനിത നമുക്ക് ഇങ്ങോട്ട് കുട്ടികളോട് സ്വാഗതം ചെയ്യാം. ഹായ്, എന്താ ചെയ്യാൻ പോണത്? ഞാൻ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു തൊടുകറി. എന്ത് തൊടുകറി? സാധാരണ ഇഞ്ചിയായിട്ട് കറിയാണ്, അല്ലെങ്കിൽ ഉള്ളിയുടെ കറിയായിരിക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തുള്ള ഉള്ളി ഇഞ്ചിയുടെ തൊടുകറി അല്ലേ? ഓക്കെ, അതെന്നാ നടക്കട്ടെ. ഇനിയിപ്പോൾ അടുത്തതിൻ്റെ സഹധർമ്മിണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഇഞ്ചിയും ഉള്ളിയും കൂടെ മിക്സ് ചെയ്ത ഒരു കോമ്പിനേഷനൊക്കെ പറഞ്ഞത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും നന്നായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തൊടുകറിയാണ്. സാധാരണ ഇഞ്ചിയും കൊണ്ടുള്ള തൊടുകറി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഉള്ളിയും കൊണ്ടുള്ള തൊടുകറി ഉണ്ടാക്കും. ഇത് ഇഞ്ചിയും ഉള്ളിയും കൂടി സെയിം എടുത്തിട്ട് ഉള്ള ഒരു തൊടുകറിയാണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 100 ഗ്രാം ഇഞ്ചി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് തന്നെ സെയിം ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 15 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേപ്പില, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ശർക്കര ഉരുക്കിയത്, പിന്നെ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വറ്റൽമുളക്, പിന്നെ 15 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ താളിക്കാനായിട്ട് കടുക് എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ. ആദ്യം ഞാൻ താളിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടാണ് ഈ ചട്ടി തന്നെയാണ് ചെയ്യാൻ പോണത്. ചട്ടി ചൂടായിട്ടുണ്ട്, ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ കടുക് ഇടുകയാണ്. വേപ്പിലയിട്ട് താളിച്ചെടുക്കാം. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും കൂടി ബ്രൗൺ കളറാവണ വരെയും നമുക്ക് വറുക്കണം. വയറ്റി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, പുളി പിഴിഞ്ഞത് ഒഴിക്കും, ശർക്കര ഒഴിക്കാം. നേരിയ തീയിൽ എണ്ണ തെളിയണ വരെ വറ്റിക്കാം.
എണ്ണ തെളിയുമ്പോൾ നമുക്ക് ഈ താളിച്ചത് ഇതിലേക്കിടാം. ഇതാ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വഴറ്റിയത് ഇതിലേക്കിടാം. ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. തൊടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഓണത്തിൻ്റെ അടുത്ത വിഭവം ഒരു ഓലനാണ്. മത്തങ്ങ വെച്ചുള്ള ഓലൻ. സാധാരണ കുമ്പളങ്ങയാണ്, പക്ഷേ ഇന്നൊരു ചേഞ്ച് ആയിട്ട് മത്തങ്ങ വെച്ചുള്ള ഓലനാണ്. അത് റെഡിയാക്കുന്നത് എൻ്റെ ഒരു നൈബർ ജെസ്സിയാണ്. അപ്പോൾ നമുക്ക് ജെസ്സിനെ ഈ കുക്ക് ഷോയിലോട്ട് സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്താ ചെയ്യാൻ പോകുന്നത്? വൻപയറും മത്തനും കൊണ്ടൊരു ഓലന ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ കുമ്പളങ്ങ വെച്ചുള്ള ഓലൻ. കുമ്പളങ്ങയും വെള്ളരിയും കൊണ്ടുണ്ടാക്കും, പക്ഷേ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെറൈറ്റി ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ തുടങ്ങിക്കും. 4 പച്ചമുളക്, 1 മുറി തേങ്ങ ചുരണ്ടിയത്, 2 കപ്പ് തേങ്ങാപ്പാൽ എടുക്കണം. വൻപയർ വേവിച്ചത്, ഇത് പച്ചമുളക്, 2 ചെറിയ ഉള്ളി, മത്തങ്ങ, ഉപ്പ് വേവിച്ചത്, വേപ്പില, ഉപ്പ്, പച്ചവെളിച്ചെണ്ണ. ഇത്ര സാധനങ്ങൾ മതി ഇതിന്. തേങ്ങ പിഴിഞ്ഞ് 2 കപ്പ് പാലെടുക്കണം. 1-ാം പാൽ 1, 2-ാം പാൽ 1. അത് കഴിഞ്ഞ് നമ്മളിത് തുടങ്ങും. തേങ്ങ പിഴിഞ്ഞ് ഇത് 1-ാം പാൽ, ഇത് 2-ാം പാൽ. ഇനി നമുക്ക് തുടങ്ങാം. ചട്ടി ചൂടായി 2-ാം പാൽ ഒഴിക്കണം. ഇപ്പോൾ 2-ാം പാൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പയറിടും. പയറിട്ട് തിളച്ചു. ഇനി ഉപ്പിടാൻ പോവുകയാണ്. അടുത്തത് ഇതൊന്ന് വറ്റിക്കഴിഞ്ഞിട്ട് വേണം മത്തങ്ങ ഇടാൻ. പയറിൻ്റെ വെള്ളമെല്ലാം പറ്റി ഇനി മത്തങ്ങ ഇടാൻ പോവുകയാണ്. ഇനി 1-ാം പാൽ ഒഴിക്കാൻ പോവുകയാണ്. ഒന്നാം പാൽ തിളച്ച് കറിവേപ്പില ഇടാൻ പോവുകയാണ്. അവസാനം പച്ചവെളിച്ചെണ്ണ. നമ്മുടെ ഓണവിഭവങ്ങളിൽ ഒരു വിഭവം ഓല വിഭവം റെഡിയായി. പകർത്ത് വേണം. ഓലൻ റെഡി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ഓണ വിഭവങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ സദ്യയുടെ ഇലയൊന്ന് കളർഫുള്ളാകണമെങ്കിൽ നമുക്കൊരു ബീട്രൂട്ട് പച്ചടി, അപ്പോഴേ ഒരു നല്ലൊരു പിങ്ക് കളറൊക്കെ വരുള്ളൂ. നമുക്കപ്പോൾ വേഗം ഒരു ബീട്രൂട്ട് പച്ചടിയും കൂടെ ഉണ്ടാക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ടുണ്ട്, 1 കപ്പ് തൈര്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മളത് വറുത്തിടാനായിട്ട് കടുക് താളിച്ച് മുളക് മുറിച്ചിട്ട് ഇനി ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, അതിനകത്ത് ഒരു അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നു. കുറച്ച് വെള്ളം ചേർക്കാം. ഇതിലേക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പം ഒരു 1/2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പ് ഒന്ന് ചൂടായി കഴിയുമ്പം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും തൈരും ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അപ്പോൾ കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് മുറിച്ച മുളകും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല കളർഫുള്ളായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ഇത്
നമുക്കൊരു ചെറിയൊരു വിഭവം കൂടി ഉണ്ടാക്കാം. വളരെ ലളിതമായ വിഭവമാണ്. അത് തികച്ചും വേഗൻ, അതായത് വേവിക്കേണ്ട ആവശ്യമില്ല, വേഗൻ വെജിറ്റബിൾസിൻ്റെ ഒരു വിഭവമാണ്. കക്കിരിക്ക പെരക്ക് എന്നാണ് അതിൻ്റെ പേര്. അത് ഈ കോലത്ത് നാട്ടിൽ, അതായത് വടക്കേ മലബാറിൽ ഉള്ളൊരു വിഭവമാണ്. കക്കിരിക്ക കൊണ്ടാണ്. കക്കിരിക്ക പറഞ്ഞാൽ കുക്കുംബർ കൊണ്ടുണ്ടാക്കുന്നതാണ്. അത് കുക്കുംബറല്ല, മാങ്ങ, ഈ ഉണ്ണിപ്പിണ്ടി, പച്ചക്ക് ഉണ്ണിപ്പിണ്ടി വേവിക്കേണ്ട ആവശ്യമില്ല. ഉണ്ണിപ്പിണ്ടി തന്നെ അതേമാതിരി മുറുക്കി അതിൽ ഉപ്പ് ചേർത്ത് ആ വെള്ളം കളഞ്ഞ് അത് ഇതേമാതിരി തേങ്ങയും കടുവും അരച്ച് തേങ്ങയും കൂടി അരച്ച് തൈരും കൂടി മിക്സ് ചെയ്താൽ ആ വിഭവം ഉണ്ടാവും. അത് വയറ്റിന് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ഈ ഒരു സാലഡിൻ്റെ ഒരു പർപ്പസാണ് ശരിക്കും ആ കക്കിരിക്ക പെരക്ക് എന്ന് പറയുന്നത്. നമുക്കതുണ്ടാക്കാം. ഇതിന് സാധാരണ കുക്കുംബറാണ് ഉപയോഗിക്കുക. കുക്കുംബറിൻ്റെ ഉള്ളിലെ ഫ്ലഷ് നമ്മൾ എടുത്തു കളയും. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് കഷണങ്ങൾ. ഈ കൊത്തിയരി എന്ന് പറയുക കീരിപ്പല്ല് മോഡൽ എന്ന് പറയുക. അത് കീരിയുടെ പല്ല് മാതിരി കൊത്തി അരിയണം എന്നാണ്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് തേങ്ങ അരക്കാം. ഒരു അരമുറി തേങ്ങയുണ്ട്. തേങ്ങയുടെ കൂടെ 1 സ്പൂൺ കടുവാണ് ചേർക്കുന്നത്. പിന്നെ ഒരു പച്ചമുളകും ചേർക്കാം. വെള്ളമൊന്നും കൂട്ടരുത്. ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ട തൈര് ചേർക്കാം. തേങ്ങയും കടുകും പച്ചമുളകുമാണ് അരച്ചത്. തൈര് കൂട്ടിയിട്ടാണ് അരച്ചത്. വെള്ളം ചേർക്കാൻ പാടില്ല. ഇത് നമുക്ക് ഇനി ഈ കക്കിരിക്കയിൽ, മുറിച്ച് വെച്ച കക്കിരിക്കയിലേക്ക് ചേർക്കാം. ഇത് ഇങ്ങനെ ഈ പെരക്ക് എന്നുള്ളത് ഒരു പഴയ ഒരു നാടൻ പ്രയോഗമാണ്. അത് മിക്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ മലയാള പദമാണ്. വടക്കേ മലബാറിൽ പെരക്കുക എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യുക, യോജിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. കക്കിരിക്ക പെരക്ക് വടക്കേ മലബാറിലുള്ള സദ്യകളിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. അത് ഇലയിൽ എവിടെ വിളമ്പണം എന്നുണ്ട്. അത് അച്ചാറിൻ്റെ സൈഡിലായിട്ട് പച്ചടി വിളമ്പുന്ന ആ സൈഡിൽ, പച്ചടി കിച്ചടിയൊക്കെ വിളമ്പുന്ന ആ സൈഡിലായിട്ടാണ്, അതിൻ്റെ കൂടെയാണ് ഈ പെരക്ക് വിളമ്പുക. കാരണം ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഇലയിൽ വിളമ്പുന്നതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. അത് ലഘുത്വം കുറഞ്ഞത് ഇടതുവശത്ത് കൂടിക്കൂടി ഗുരുത്വം കൂടിയത്, എരിശ്ശേരിയൊക്കെ നമുക്ക് വയറ്റിനുള്ളിൽ ദഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. അത് ഗുരുത്വം കൂടിയത് വലത്തുവശത്താണ്. നമ്മൾ വലത്തുനിന്ന് തുടങ്ങണം. വലത്തുനിന്ന് നമ്മുടെ കട്ടി കൂടിയ ദഹിക്കാൻ പ്രയാസമുള്ള ഈ എരിശ്ശേരി ഇതൊക്കെ കഴിച്ച് അവസാനം നമ്മൾ പുളിയിഞ്ചി അച്ചാർ എത്തി വരുമ്പോഴത്തേക്കും അത് ദഹനരസത്തെ നമ്മുടെ വർദ്ധിപ്പിക്കും. അപ്പോൾ ആ ദഹനക്രിയ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മുടെ ദഹനക്രിയ നടക്കും. അതാണ് ആ വിളമ്പലിൻ്റെ രീതി. അതുകൊണ്ടാണ് ഇടക്ക് മധ്യത്തിൽ ഓലൻ വെക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഓലന് പ്രത്യേകിച്ച് രുചികളൊന്നും സാധാരണ ചേർക്കാറില്ല. അത് എല്ലാ രുചികളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓലൻ ഇടക്ക് നോക്കിയാൽ ബാക്കി എരിവൊക്കെ ഒന്ന് പോയി, അല്ലെങ്കിൽ പുളിയൊക്കെ പോയി നാവ് ഒന്ന് ഒരു ക്ലിയർ ആവും. അതിന് വേണ്ടിയിട്ടാണ് നടുക്ക് നമ്മൾ ഓലൻ വിളമ്പുന്നത്, ഏകശാലയുടെ മിഡിലായിട്ട്. ഇങ്ങനെ വിളമ്പുന്നതിലൊരു ശാസ്ത്രീയത നമുക്കുണ്ട്, ഒരു പരമ്പരാഗതമായ ശാസ്ത്രീയത നമുക്കുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന നമുക്ക് ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എത്ര ഭക്ഷണം കഴിച്ചാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അവസാനം ഒരു പുളിയിഞ്ചിയൊക്കെ കഴിച്ച് നമ്മൾ വയറ് വളരെ നന്നായിട്ട് സദ്യ കഴിച്ചതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവില്ല. സദ്യ കഴിച്ചാൽ അതൊരു സദ്യയായിട്ട് നിൽക്കും. എന്തായാലും ഈ കക്കിരിക്ക പെരക്ക്, വടക്കേ മലബാറിൻ്റെ കക്കിരിക്ക പെരക്ക് സമർപ്പിക്കുകയാണ്, സാധൻ കുക്ക് ഷോയിലേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അവിയലിന് വേണ്ടുന്ന പച്ചക്കറികൾ: കുമ്പളങ്ങ, മുരിങ്ങക്കായ, മത്തങ്ങ, ക്യാരറ്റ്, ചേന, പച്ചക്കായ, ബീൻസ്, ഒരു സവാള, 6 പച്ചമുളക്, അല്പം വേപ്പില, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുമ്പളങ്ങയുടെ നീരിലാണ് ഈ പച്ചക്കറികൾ നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട. ഒന്ന് പതുക്കെ സ്റ്റീം വരുമ്പോൾ തന്നെ ഇതെല്ലാം വേകും. പിന്നെയാണ് അവിയലാക്കണത്. നമ്മൾ അവിയലിന് വേണ്ടുന്ന പച്ചക്കറികൾ ബോയിൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു തേങ്ങ ചിരകിയത്, 4 പച്ചമുളക്, ചെറിയ ജീരകം, അല്പം വേപ്പില, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഈ തേങ്ങ നമുക്ക് മിക്സിയിൽ ഒതുക്കിയെടുക്കാം. അവിയൽ റെഡിയാക്കുന്നതിന് വേണ്ടി പാൻ കത്തിക്കാം. ചൂടായ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർക്കാം.
ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇതിലേക്ക് ഇടാം. ഉപ്പ് ചേർത്തതാണ്, വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇത് ചെറു തീയിൽ വെള്ളം വറ്റിച്ചെടുക്കാം. പുളിക്ക് വേണ്ടി അല്പം തൈര് ചേർത്ത് കൊടുക്കാം. അല്പം വേപ്പില ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് തീ ഓഫ് ചെയ്യാം. അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. അപ്പോൾ ഓണത്തിനനുസരിച്ച് എൻ്റെ അടുത്ത വിഭവം പായസമാണ്. 250 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അതിന് 2.5 ലിറ്റർ പാല്, അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചേക്കണാണ്. ഷുഗർ 2 കപ്പ് വേണം. കശുവണ്ടി, ബദാം, ഏലക്ക, മുന്തിരി, മിൽക്ക് മെയ്ഡ്, നെയ്യ്. അപ്പോൾ നമുക്ക് ആദ്യം വറുത്ത സേമിയാണ്, എന്നാലും അതൊന്ന് റോസ്റ്റ് ചെയ്യണം. ചട്ടി ചൂടായിട്ടുണ്ട്. നെയ്യ് ഒഴിക്കാം. 2 സ്പൂൺ നെയ്യ് ഉണ്ടാവും. റോസ്റ്റഡ് സേമിയാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ നെയ്യ് വെച്ച് റോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പായസം നല്ല ടേസ്റ്റ് കിട്ടും. സേമിയയിൽ നെയ്യൊക്കെ വന്നിട്ട് പിടിച്ചിരിക്കും. കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് അത് വേവിക്കാം. തിളച്ച വെള്ളം ഒഴിക്കണത് 5 മിനിറ്റ് തിളച്ചാൽ മതി. സേമിയ ഒന്ന് വേകണം. ഒരുവിധം സേമിയ വന്നിട്ടുണ്ടെങ്കിൽ പാലിക്കിടന്ന് വന്നോളും. നമുക്കിത് തിളച്ച വെള്ളത്തോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ പായസം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഈ പാല് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. 2 കപ്പ് പഞ്ചസാര എടുത്തേക്കണത്. മധുരം കൂടുതലുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാം. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. 2 ലിറ്റർ പാലുണ്ട്, അപ്പോൾ ഏകദേശം പകുതി മിൽക്ക് മെയ്ഡ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് നിറച്ച് വെക്കണതാണ്, ഒന്ന് ആയിക്കോട്ടെ. ഇത് നമുക്കപ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലിടാനുള്ള കശുവണ്ടിയൊക്കെ വറുത്തെടുക്കാം. നമുക്ക് ബദാം അരിഞ്ഞെടുക്കാം. കശുവണ്ടി, ബദാം ചേർക്കാം. നമുക്കിനി മുന്തിരി ചേർക്കാം. മുന്തിരി കൊമളച്ച് വരുന്നുണ്ട്. ഇനി പായസത്തിലൂടെ ആഡ് ചെയ്യാം. ഇനി ഇളക്കി കൊടുക്കാം. പായസം ഇപ്പോൾ റെഡിയായിട്ട് വരുന്നുണ്ട്. ഇനി ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ പായസം സൂപ്പർ. ഏലക്ക കല്ലിലിടിച്ച് ചതച്ചേക്കനാണ്, പൊടിച്ചേക്കനല്ല. അതങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് വിഭവം പപ്പടം കാച്ചൽ. അപ്പോൾ എണ്ണ ശരിക്കും ചൂടായിട്ട് വേണം പപ്പടം കാച്ചാൻ. എല്ലാം റെഡിയായി. 10-15 കൂട്ടം കറികളാണ് ഇനി. ആ ഓണസദ്യ വെള്ളയിൽ വിളമ്പുമ്പോൾ നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന്. ഈ സദ്യ നമുക്ക് ക്രമപ്രകാരം വിളമ്പാം. ആദ്യമായിട്ട് വിളമ്പേണ്ടത് പുളിയിഞ്ചി അല്ലെങ്കിൽ പുളിക്കറിയാണ്. അത് ഇലയുടെ ഇടതുവശത്തായിട്ട് താഴെയാണ് വിളമ്പുക. അടുത്തതായിട്ട് അച്ചാറുകൾ, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, അതൊക്കെ നമുക്ക് ഈ ഇലയുടെ മുകളിലായിട്ട് വേണം. അടുത്തത് കക്കരിക്ക പെരക്ക്. അത് കണ്ണൂർ സാധനമാണ്, സാലഡാണ്. അത് ഇതിൻ്റെ മുകളിലായിട്ട് വേണം, ഇവിടെ ആയിട്ട്. ഇനി വരുന്നത് പച്ചടി ഐറ്റംസാണ്. ബീറ്റ്റൂട്ട് പച്ചടി, ഇവിടെ പച്ചടി ഐറ്റംസൊക്കെ അവിടെ ആയിട്ട് വേണം. പൈനാപ്പിൾ പച്ചടി, കിച്ചടിയാണ് ഇവിടെ വിളമ്പുക. പിന്നെ വിളമ്പുക തോരനാണ്, കാബേജ്. അത് കഴിഞ്ഞ് ഓലനാണ്. പിന്നെ അവിയലാണ് വിളമ്പുക. ഇനി കൂട്ടുകറി, എരിശ്ശേരിയൊക്കെ നമുക്ക് ഈ അറ്റത്ത് വേണം. വറുത്തുപ്പേരി അല്ലെങ്കിൽ ശർക്കര വട്ടി അതൊക്കെ ഇവിടെ വെക്കും. ചിപ്സും ഇവിടെ വെക്കും. പപ്പടവും ഇവിടെ തന്നെ വെക്കാം. ഇനി നമുക്ക് ചോറ് വിളമ്പണം. കുറുക്ക് കാളൻ നമുക്ക് ഇവിടെ ആയിട്ട് വെക്കാം. ചോറിൻ്റെ സൈഡിൽ ചോറ്. ഇതിലൊരു സ്വീറ്റ്സ് അച്ചാറാണ്. ഈ പച്ചടിയുടെ സൈഡിലായിട്ട് തന്നെ വിളമ്പാം. ഇനി സാമ്പാറാണ്. സാമ്പാർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സാമ്പാർ വിളമ്പും. സാമ്പാർ നമ്മൾ ഇവിടെ സെൻട്രലായിട്ട് സാമ്പാർ. ഇനി എല്ലാം കണ്ട് തൃപ്തി അടഞ്ഞ് ഒരു മിനിറ്റിൽ വായിൽ വെള്ളം വന്ന ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ പാടില്ല. കിട്ടിയപാട് അതെടുത്ത് എല്ലാം വിളമ്പി കണ്ടൊന്ന് തൃപ്തിയായിട്ട് വായിൽ വെള്ളം വന്ന ശേഷം ഭക്ഷണം കഴിക്കേണ്ടത്.
നാവിൻ്റെ ആ രുചി ഒന്ന് പുറത്തേക്ക് വരണം. അപ്പോൾ എല്ലാവരും വിശന്നിരിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇനി കഴിക്കാം. പായസത്തിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ശകലം ചോറ് ബാക്കി വെക്കുന്നുണ്ട്. അവസാനം മോര് സമാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോമയത്തിൽ തുടങ്ങിയിട്ട് ഗോമയത്തിൽ അവസാനിക്കണം എന്നാണ് നമ്മുടെ ശാസ്ത്രം. ഗോമയം എന്ന് പറഞ്ഞാൽ ആദ്യം നെയ്യ് കൂട്ടിയിട്ട് ഊണ് തുടങ്ങണം, മോരിൽ അവസാനിക്കണം. അതാണ് ശാസ്ത്രം. അത് പായസം കഴിച്ചിട്ട് നമുക്ക് ബാക്കിയാവും. അപ്പോൾ പായസം തൃപ്തിയായി കുടിച്ചു. ഇനി ബാക്കി വന്ന ചോറിലേക്ക് മോര് ഒഴിച്ച് നമുക്ക് സവാദിക്കാം. ഓണസദ്യ ഗംഭീരമായി. എല്ലാവരും ഒന്നിച്ച് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ തൃപ്തിയും കൂടിയായി. എന്തായാലും എല്ലാവർക്കും ഓണ ആശംസകൾ ഒന്നുകൂടി നേരുകയാണ്. ഗംഭീരമായി എല്ലാം. അങ്ങനെ നമ്മുടെ ഓണസദ്യയൊക്കെ കഴിഞ്ഞു. ഓണപ്പരിപാടി എല്ലാം ഗംഭീരമായി. ഇതെല്ലാവരും ഇത് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഓണം ആഘോഷിക്കുക. സൂപ്പറായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഇനി അടുത്ത ഷോ പിന്നീട് കാണാം.